കഴിഞ്ഞ ദിവസം എന്നെ മാട്രിമോണിന്ന് ഒരുത്തം വിളിച്ചിട്ടുണ്ടായിരുന്നു. ആകെ 2 പ്രാവശ്യം സംസാരിച്ചുള്ളൂ. പുള്ളി സംസാരിച്ചു കഴിഞ്ഞപ്പോ പുള്ളി എന്തൊക്കെയോ സംസാരിക്കുന്നുണ്ട്, എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. കാരണം എന്റെ ജില്ലയല്ല, എറണാകുളം അല്ല, എറണാകുളം വിട്ടിട്ടുള്ള ജില്ലയാണ്. അപ്പൊ പുള്ളിയുടെ സ്ലാങ്ങിന്റെ പ്രശ്നമാണ്, എനിക്ക് എന്താണെന്ന് അറിയില്ല. പുള്ളി പറയുന്നത് ഒന്നും എനിക്ക് മനസ്സിലാവുന്നുണ്ടായില്ല. അപ്പൊ ചില കാര്യങ്ങളൊക്കെ ഞാൻ അങ്ങോട്ട് ചോദിക്കായിരുന്നു, എന്താണെന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ചോദിക്കായിരുന്നു. അപ്പൊ ഞാൻ പറയുന്നുണ്ട്, എനിക്ക് പറയുന്നത് മനസ്സിലാവുന്നില്ല, അതുകൊണ്ടാണ് ഞാൻ പിന്നെയും ചോദിക്കണേന്ന് ഞാൻ പറയുന്നുണ്ടായിരുന്നു പുള്ളിയോട്. അത് കഴിഞ്ഞിട്ട് പിന്നെ പുള്ളി എനിക്ക് ഇടയ്ക്ക് ഇങ്ങനെ മെസ്സേജ് ഒക്കെ അയക്കുകയൊക്കെ ചെയ്യും. പക്ഷെ എനിക്ക് അങ്ങനെ സംസാരിക്കാനുള്ള ഒരു സാഹചര്യം ഉണ്ടായില്ല. കാരണം ഞാൻ ഓരോ കാര്യങ്ങൾക്ക് തിരക്കായിട്ട് ഇങ്ങനെ നടക്കുന്നു. അപ്പൊ പുള്ളിക്കും പറ്റിയില്ലായിരുന്നു. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പുള്ളിയും ഒരു തിരക്കിലായിരുന്നു. പുള്ളി പുറത്തോട്ട് പോകാൻ നിൽക്കിയിരുന്നു. പുള്ളിക്ക് ആ കറക്റ്റ് ടൈമിനായിരുന്നു പുള്ളിക്ക് ജോലി വേറെ സെറ്റ് ആയത്. പുറത്തോട്ട് എന്തോ ഗവൺമെന്റിന്റെ ഇതിലോ എന്തോ സർവീസിലോ അങ്ങനെ എന്തോ ജോലി കിട്ടി പുള്ളി അങ്ങനെ പോയിരുന്നു. പോയി പുള്ളി എന്ത് ചെയ്തു, അവിടെ ചെന്ന് കഴിഞ്ഞിട്ട് എന്നാ കഴിഞ്ഞ ദിവസം പിന്നെയും കോണ്ടാക്ട് ചെയ്തു. പഠിക്കുമ്പോൾ പുള്ളി ഇങ്ങനെ മെസ്സേജ് ഒക്കെ അയക്കുകയൊക്കെ ചെയ്യും. എന്തെങ്കിലുമൊക്കെ തന്നെ അടുത്ത് ഫ്രീ ആണെന്നൊക്കെ ചോദിക്കുമ്പോൾ എന്താണ് നാളെ പരിപാടി എന്നൊക്കെ ചോദിക്കുമ്പോൾ ഞാൻ പറയും എനിക്കിങ്ങനെ തിരക്കാണ് എന്നുള്ള തരത്തിലൊക്കെ ഞാൻ പുള്ളിയോട് ഞാൻ പറയാറുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് കഴിഞ്ഞ ദിവസം പുള്ളി എന്നെ പിന്നെയും വിളിച്ചു കഴിഞ്ഞപ്പോ എനിക്ക് എന്റെ ഇപ്പൊ വീട്ടുകാർ, അപ്പൊ ഞാൻ പുള്ളി വിളിച്ച കാര്യം ഞാൻ എന്റെ വീട്ടിൽ പറഞ്ഞു കഴിയുമ്പോൾ വീട്ടുകാർ ചോദിക്കുമല്ലോ, ഓരോ കാര്യങ്ങൾ ചോദിക്കുമല്ലോ. പുള്ളിയുടെ ഓരോ കാര്യങ്ങളൊക്കെ ചോദിച്ചു കഴിഞ്ഞപ്പോ എനിക്ക് സത്യം പറഞ്ഞ പുള്ളി പറഞ്ഞോന്ന് എനിക്ക് മനസ്സിലാവാത്തതുകൊണ്ട് ഞാൻ കഴിഞ്ഞ ദിവസം വിളിച്ചു കഴിഞ്ഞപ്പോ പുള്ളിക്ക് അപ്പൊ എന്റെ വീട്ടുകാരായിട്ട് സംസാരിക്കണം എന്ന് പറഞ്ഞു. അപ്പൊ വീട്ടുകാരായിട്ട് സംസാരിക്കണമെങ്കിലും ഞാൻ ഓക്കെ സംസാരിക്കാം. പക്ഷെ എന്ന് വെച്ചാൽ എന്റെ അടുത്ത് സംസാരിച്ച് കഴിയുമ്പോൾ എനിക്കൊരു ക്ലാരിറ്റി വേണ്ടേ. വീട്ടുകാരെ അടുത്ത് ചോദിക്കും, പുള്ളിയുടെ ഓരോ കാര്യങ്ങൾ ചോദിച്ചു കഴിയുമ്പോൾ എനിക്കത് പറയാനുള്ള ഒരു ഇത് വേണം. എനിക്കത് പറയാൻ പറ്റുന്നില്ല, കാരണം പുള്ളിയുടെ വായൊന്നും ഒന്നും വീഴുന്നില്ല. പുള്ളിനോട് ഞാൻ എന്ത് ചെയ്ത് ഓരോ കാര്യങ്ങൾ ഞാൻ പിന്നെയും ചോദിച്ചു. പുള്ളിയുടെ ജോലിയുടെ എന്തോ കാര്യങ്ങൾ, ജോലിയൊക്കെ ഉണ്ടായി, എന്തോ സെൻട്രൽ ഗവൺമെന്റിൽ ജോലി ഉണ്ടായിരുന്നു, അതെന്തോ പോയി എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു. പക്ഷെ എന്താണ് പുള്ളി എറണാകുളത്ത് ഉണ്ടായെന്നൊക്കെ പറയുന്നു. 10 വർഷം വരെ എറണാകുളത്ത് ഉണ്ടായിരുന്നു. അപ്പൊ എറണാകുളത്താണ് ജോലി ചെയ്തത്. അപ്പൊ ആ പുള്ളിനോട് ഞാൻ ചോദിച്ചു. അത് കഴിഞ്ഞിട്ട് 8 വർഷം കണ്ട് ദുബായിലോട്ട് പോയി, പിന്നെ തിരിച്ചു വന്നു. ദുബായിൽ വേറെ ജോലി കിട്ടിയെന്ന് പറഞ്ഞു. പിന്നെയും പോയേക്കാണ്. അപ്പൊ ആ പുള്ളിയോട് ഞാൻ ചോദിച്ചു, ഈ എറണാകുളത്ത് എന്തെന്നാ ജോലിയായിരുന്നത് എന്നൊക്കെ ചോദിച്ചു. അപ്പൊ ഞാൻ പറഞ്ഞു അതൊക്കെ ഞാൻ ഒന്നും നിന്റെ അടുത്ത് പറഞ്ഞില്ല എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു അന്ന് എനിക്കൊന്നും മനസ്സിലായില്ല, നീ പറയുന്നൊന്നും മനസ്സിലായില്ല, അതുകൊണ്ടാണ് ഇപ്പൊ കഴിഞ്ഞ ദിവസം സംസാരിച്ചു കഴിഞ്ഞപ്പോ അവൻ ദുബായി പോയിട്ടാണ് സംസാരിച്ചത്. അപ്പൊ അവൻ പറയുന്നതൊക്കെ എനിക്ക് മനസ്സിലാവുന്നുണ്ടായിരുന്നു. അപ്പൊ ഞാൻ എന്ത് ചെയ്തു, ഒന്നും കൂടെ ക്ലാരിറ്റി വേണമല്ലോ. കാരണം വീട്ടുകാരെന്തെങ്കിലും ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് പറയണമല്ലോ. ഇപ്പൊ എന്നെ സംബന്ധിച്ചെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് ഇപ്പൊ കല്യാണം കഴിക്കാൻ പോകുന്ന ചെറുക്കനെ കുറിച്ച് ഒരു ക്ലാരിറ്റി വേണം. ഞാൻ ചോദിക്കുന്ന ചോദ്യങ്ങൾക്കൊക്കെ എനിക്ക് ആ വ്യക്തിയോടെ ചോദിക്കാൻ പറ്റുള്ളൂ. അല്ലാണ്ട് ഞാൻ നാട്ടിൽ നടന്ന് എനിക്ക് ആൾക്കാരോട് ചോദിച്ചിട്ട് കാര്യമില്ല, അല്ലെങ്കിൽ ആ വ്യക്തിയെ അറിയാവുന്ന ആൾക്കാരോട് ചോദിച്ചിട്ട് കാര്യമില്ല. ആ വ്യക്തി തന്നെയാണ് എനിക്ക് ക്ലാരിറ്റി തരേണ്ടത്. അതും കോമൺ ആയിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പൊ അത് ഞാൻ ചോദിച്ചു, എന്താണ് ജോലി, ഇവിടെ എറണാകുളത്ത് എന്തായിരുന്നു ജോലി എന്ന് പറഞ്ഞു. അപ്പൊ റെയിൽവേയിലായിരുന്നു ജോലി. റെയിൽവേയിൽ എന്തോ പ്രശ്നം വന്ന് ജോലി പോയി എന്നൊക്കെ പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് പിന്നെ പുള്ളിയുടെ അടുത്ത് പുള്ളി അങ്ങനെ കുറച്ച് പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ അങ്ങനെ ഉണ്ടായെന്നൊക്കെ പറഞ്ഞു. അതൊക്കെ ഓക്കെ സമ്മതിച്ചു. അത് കഴിഞ്ഞിട്ട് പുള്ളിയുടെ അച്ഛൻ മരിച്ചു എന്ന് പറഞ്ഞു. എന്തോ ഇറാൻ ആ ഒരു യുദ്ധത്തിന്റെ സമയത്ത് എന്താണ് മരിച്ചത്. അപ്പൊ ഞാൻ ചോദിച്ചു അച്ഛൻ അവിടെ ഉണ്ടായിരുന്ന ജോലി എന്ന് വെച്ചാൽ, അച്ഛൻ അങ്ങനെ മരിച്ചതല്ലേ, അച്ഛൻ അവിടെ ഉണ്ടായിരുന്ന ജോലി എന്ന് ചോദിച്ചു. ഇതിന്ന് ചോദിച്ചപ്പോ പുള്ളി പറയുന്നു അച്ഛൻ അവിടെ കൺസ്ട്രക്ഷന്റെ ഇതിലാണെന്ന് പറഞ്ഞു. അപ്പോഴും പുള്ളി എന്റെ അടുത്ത് ഭയങ്കര ഇതൊക്കെ ഞാൻ നിന്റെ അടുത്ത് നേരത്തെ പറഞ്ഞതാണല്ലോ എന്ന് പറഞ്ഞിട്ട് അതിന്റെ ഇടയ്ക്ക് ഇരുന്നോട് പറയുന്നത്, ഇതൊക്കെ ഞാൻ നിന്റെ അടുത്ത് നേരത്തെ പറഞ്ഞതാണല്ലോ, പിന്നെ എന്തിനാ നീ പിന്നെയും ചോദിക്കണം. എപ്പോഴും ഞാൻ പറയുന്നുണ്ട് എനിക്ക് അന്ന് സംസാരിച്ചത് എനിക്ക് മനസ്സിലാവുന്നുണ്ടായില്ല, എന്റെ സ്റ്റാൻഡിന്റെ പ്രശ്നം ഉണ്ടായി. പക്ഷെ ഇപ്പൊ എനിക്ക് സംസാരിക്കുന്ന മറ്റേ ടൈമിൽ സംസാരിക്കുന്നത് എനിക്ക് മനസ്സിലാവുന്നത്. കാരണം അവൻ ദുബായി പോയി കഴിഞ്ഞിട്ട് ചിലപ്പോൾ അവന്റെ സ്റ്റാൻഡ് മാറിയിട്ടുണ്ടായിരുന്നു. നന്നായിട്ട് വ്യത്യാസമുണ്ടായിരുന്നു. അവൻ പറയുന്നതിൽ എനിക്ക് ക്ലാരിറ്റി ഉണ്ട്. അപ്പൊ എനിക്കത് അറിയണം. അറിഞ്ഞു കഴിഞ്ഞാലാണ് അവൻ വീട്ടിൽ സംസാരിക്കാൻ എന്ന് പറയുന്നത്. അവന്റെ കാര്യങ്ങൾ അറിഞ്ഞു കഴിഞ്ഞാലാണ് എനിക്ക് വീട്ടുകാർക്കെല്ലാം അവന്റെ അടുത്ത് ചോദിച്ച് മനസ്സിലാക്കാൻ പറ്റില്ലല്ലോ. എന്റെ അടുത്ത് അവര് ചോദിക്കുള്ളൂ. അപ്പൊ എന്റെ അടുത്ത് ചോദിച്ചാൽ എനിക്കൊരു കാര്യം ഉണ്ടെങ്കിൽ എന്റെ വീട്ടുകാരുടെ അടുത്ത് ഞാനത് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ അവരെത്രയിലും ഏത് മാരേജ് ആയാലും എനിക്ക് നടത്തി തരും. പക്ഷെ എനിക്കൊരു കാര്യം ഇവിടെ എനിക്ക് കിട്ടുന്നുണ്ടായില്ലായിരുന്നു. അവരുടെ അടുത്ത് ഭയങ്കരമായിട്ട് ചൂടായി. ഞാൻ അതൊക്കെ നിന്റെ അടുത്ത് പറഞ്ഞതല്ലേ. അപ്പോഴും ഞാൻ പറയുന്നുണ്ട് എനിക്ക് അറിയത്തില്ല. അപ്പോഴും ഞാൻ പറയുന്നുണ്ട് എനിക്കൊന്നും മനസ്സിലാവാത്തതുകൊണ്ടാണ്, അതുകൊണ്ടാണ് ഞാൻ നിന്റെ അടുത്ത് ഞാൻ ചോദിച്ചതെന്ന് പറഞ്ഞു. അപ്പൊ അച്ഛൻ എന്റെ ചെറുപ്പത്തിലെ മരിച്ചാണ്, ഇറാൻ എന്തോ യുദ്ധത്തിന്റെ സമയത്തൊന്ന് മരിച്ചാണ്. അപ്പൊ ഞാൻ ചോദിച്ചു അതിന് ജോലി എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോൾ അതും പുള്ളിക്ക് ഇഷ്ടപ്പെടുന്നില്ല. അതും അച്ഛൻ ഇപ്പൊ മരിച്ചിട്ട് വർഷങ്ങളായില്ലേ, പിന്നെ അതിനെ കുറിച്ച് നീ എന്തിനാ അറിയുന്നത്, അതിനെ കുറിച്ച് അറിയേണ്ട കാര്യമില്ല, അതൊക്കെ കഴിഞ്ഞ കാര്യമില്ല, എത്രയോ വർഷം മുമ്പ് ഞാൻ ചെറുപ്പത്തിലേ മരിച്ചതാണ് അച്ഛനൊക്കെ, അതിനെ കുറിച്ച് നീ വല്ലതും അറിയേണ്ട കാര്യമുണ്ടാകുന്നു. അപ്പൊ ഞാൻ പിന്നെ അതൊക്കെ എന്തിനാ നീ അറിഞ്ഞിട്ടെന്നൊക്കെ. അപ്പൊ ഞാൻ അതൊക്കെ അറിയാണ്ട് പിന്നെ ഞാൻ അവനോട് ചോദിച്ചറിയാണ്ട് ഞാൻ എന്തെങ്കിലും നാട്ടുകാരോട് ചോദിക്കും. എനിക്ക് എന്ത് കാര്യം ഉണ്ടെങ്കിൽ അവന്റെ അച്ഛനെ കുറിച്ചാണ് ഞാൻ ചോദിച്ചത്, നാട്ടുകാരുടെ അച്ഛനെ കുറിച്ചല്ല ഞാൻ ചോദിച്ചത്. ഇത് പുള്ളി ഇങ്ങനെയൊക്കെ പറഞ്ഞു. അപ്പൊ ഞാനും കൊണ്ട് വായ വിളിക്കണം, ഇങ്ങനെയും മനുഷ്യരുണ്ടോ. അവൻ പറയുന്നു എന്നെ മാട്രിമോണിയിൽ കണ്ട് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു, എന്റെ ഫോട്ടോയിലാണ് അവന് കണ്ട് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു എന്നുള്ള കാര്യത്തിൽ പറയുന്നു. പിന്നെ അത് കഴിഞ്ഞ് കഴിയുമ്പോൾ എന്റെ നമ്പർ വെച്ച് ഇത് ചെയ്ത് കഴിഞ്ഞിട്ട് എന്റെ ഇൻസ്റ്റാഗ്രാമും ഫേസ്ബുക്ക് ഇതൊക്കെ കാണാമല്ലോ. എത്രയായാലും എന്റെ നമ്പർ അവരുടെ കിട്ടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ ഇപ്പൊ അങ്ങനെ കാണുന്ന ഒരു സിസ്റ്റം ഉണ്ടല്ലോ. കുറെ പേര് അങ്ങനെ കാണുന്നുണ്ട്. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്പർ കിട്ടിക്കഴിഞ്ഞാൽ അവർ സേവ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ അവർക്ക് എന്റെ സകല ഡീറ്റെയിൽസ് കിട്ടും. അങ്ങനെ ഇതിനും കിട്ടി ഇവരും കാണുന്നുണ്ട്, എല്ലാവരും കാണുന്ന പോലെ.
അതിലൊക്കെ കണ്ട് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട് മറ്റാണോ മറിച്ചാണോ അങ്ങനെ ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞു. പക്ഷെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട് മാത്രം കാര്യമുണ്ടാ, നോക്കിക്കോളാം ഇങ്ങനെ നോക്കിക്കോളാം എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷെ ഒരു ക്ലാരിറ്റി ഇല്ല. ആകെ 2 ദിവസം സംസാരിച്ചുള്ളൂ. ആദ്യത്തെ ദിവസം അവൻ എന്തൊക്കെയോ സംസാരിച്ച് എനിക്ക് മനസ്സിലായില്ല എന്ന് ഞാനൊരു 100 വട്ടം പറഞ്ഞു. പക്ഷെ രണ്ടാമത്തെ ദിവസം സംസാരിച്ചപ്പോഴാണ് എനിക്ക് മനസ്സിലായത്, കാര്യങ്ങളൊക്കെ ഒന്ന് നീ പറയുന്നത് മനസ്സിലായത്, അതുകൊണ്ടാണ് ഞാൻ ചോദിക്കുന്നതെന്ന് പറഞ്ഞു. എന്നിട്ടും അവന് പറ്റൂല. അവൻ ഭയങ്കര ഇതായിട്ട് ഇത് എന്തിനാണ് പറയുന്നത്, ഇതൊക്കെ എനിക്ക് എത്രമാത്രം ബുദ്ധിമുട്ടുണ്ടാക്കുന്നതെന്ന് നിനക്ക് അറിയോ? ഞാൻ ആകെ ഒരു പ്രാവശ്യം ചോദിച്ചിട്ടുള്ള അവൻ്റെ അടുത്ത് എല്ലാ കാര്യങ്ങളും. അവൻ അന്ന് എന്തൊക്കെയോ സംസാരിച്ച് എനിക്ക് മനസ്സിലായില്ല. ആദ്യം ഒരു പ്രാവശ്യം ചോദിച്ചിട്ടുള്ളൂ. കാരണം എനിക്ക് അതിനൊരു ക്ലാരിറ്റി കിട്ടിയാലേ എനിക്ക് വീട്ടിൽ പറയാൻ പറ്റുള്ളൂ. എനിക്ക് അതിനൊരു ക്ലാരിറ്റി എനിക്ക് അവൻ തന്നില്ല, എനിക്ക് പിന്നെ ആര് തരും ക്ലാരിറ്റി? അപ്പൊ ഞാൻ എന്ത് ചെയ്തത്, അങ്ങനെ തന്നെ ഞാൻ എന്ത് ചെയ്തു പറഞ്ഞു, ഞാൻ വീട്ടിൽ പറഞ്ഞു. അപ്പൊ വീട്ടുകാരും ഓർത്ത് ഇതെന്ത് മനുഷ്യൻ, കാരണം ഞാനും ഓർക്കട്ടെ ഇങ്ങനത്തെ ഒരു മനുഷ്യനെ ഞാൻ എന്റെ ജീവിതത്തിൽ കണ്ടതാണ്. അന്ന് നമ്മൾ വിചാരിക്കുന്നതല്ല എഡ്യൂക്കേഷന്റെ കുറവോ അങ്ങനെ എന്തെങ്കിലുമൊക്കെയോ, പിന്നെ സാമ്പത്തികമായിട്ട് കുറവോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉള്ളവന്മാരാണെങ്കിലും ഓക്കെ. ഇതെല്ലാം ഓക്കെയാണ്. MBA വരെ പഠിച്ചു, ആ ഒരു ലെവലിലൊക്കെ എഡ്യൂക്കേഷൻ ഉണ്ട്, എല്ലാം ഉണ്ട്, ഫാമിലി സ്റ്റാറ്റസും അതൊക്കെ ഉണ്ട്, ഫിനാൻഷ്യലി അങ്ങനെയൊക്കെ പ്രോപ്പറാണ്. അത്രയൊക്കെയുള്ള ആൾക്ക് ഇത് എന്തുകൊണ്ടാണ് എന്റെ അടുത്ത് സംസാരിക്കാൻ ബുദ്ധിമുട്ട്? അത് ഞാൻ വേറെ ഒന്നും ഞാൻ ചോദിച്ചില്ല. അവന്റെ അച്ഛന്റെ കാര്യം, ജോലി എന്താണെന്നൊക്കെ ഞാൻ ചോദിച്ചു. അച്ഛൻ അവിടെ ഇറാനിലെന്താ ജോലി അങ്ങനെ ചോദിച്ചോളൂ. അത് ഒരൊറ്റ പ്രാവശ്യം ചോദിച്ചോളൂ. അതിന് പുള്ളി എന്തൊക്കെയാ ചോദിച്ചെന്ന് എനിക്ക് അറിയാൻ പാടില്ല. പുള്ളി എന്നിട്ട് ഞാൻ സംസാരിക്കണതിന്റെ ഇടയിൽ എനിക്കൊരു ക്ലാരിറ്റിയും വരാണ്ട് സംസാരിക്കണതിന്റെ ഇടയിൽ പുള്ളി എന്നോട് പറയുന്നു, നീ ഫുഡ് കഴിച്ചാ? ആദ്യം ചോദിച്ചു ഫുഡ് കഴിച്ചാന്ന്, പിന്നെയും ചോദിച്ചോണ്ടിരിക്കുന്നു. ഞാനത് വിടാൻ വേണ്ടി, നീ ഫുഡ് കഴിച്ചോ എന്ന് പറഞ്ഞോണ്ട്. അപ്പോഴും ഞാൻ പറയുന്നു, എടാ ഞാൻ എനിക്ക് ക്ലാരിറ്റിക്ക് വേണ്ടിയാണ്, ഞാൻ 100 വട്ടം പറയുന്നുണ്ട്, ക്ലാരിറ്റിക്ക് വേണ്ടി ചോദിച്ചെന്ന് മാത്രമേ ഉള്ളൂ. കാരണം എനിക്ക് ഇപ്പോഴും സംസാരിച്ചിട്ട് മനസ്സിലാവണേ എന്ന് പറഞ്ഞിട്ടും അവിടെ ഒന്നും കേൾക്കാൻ മൈൻഡ് ആക്കുന്നില്ല. അവൻ ആകെ ഫുഡ് കഴിച്ചോ എന്ന് പറഞ്ഞുകൊണ്ട് അവൻ എന്നെ ആ ചോദിക്കുന്നതിൽ നിന്ന് അവൻ വഴി തിരിച്ചു വിടുന്നു. എന്നിട്ട് അവൻ എന്നെ കല്യാണം കഴിക്കണം. എനിക്കിത് മനസ്സിലാവുന്നില്ല. ഇങ്ങനെയുള്ള വ്യക്തികളൊക്കെ അപ്പൊ എന്തെങ്കിലും ഞാൻ ആലോചിക്കണം, ഇങ്ങനെയൊക്കെയുള്ളവന്മാരെയൊക്കെ കെട്ടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, അറേഞ്ച്ഡ് മാരേജ് ആണല്ലോ, ഇങ്ങനെയുള്ളവന്മാരെയൊക്കെ കെട്ടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താവും? നാളെ എന്തെങ്കിലും ഒരു കാര്യത്തെ കുറിച്ചുകൊണ്ട് ഒരു ഇത് അവര് തന്നെയാണ് പരസ്പരം അങ്ങോട്ടും സംസാരിക്കാൻ ഭാര്യയും ഭർത്താവായത്. അവരൊരു ക്ലാരിറ്റി, ഇപ്പൊ എന്ത് പ്രശ്നം ഉണ്ടായാലും അവരൊരു ക്ലാരിറ്റി നമുക്ക് തരണം. നമുക്ക് അവരാണ് തരേണ്ടത്, അല്ലാണ്ട് പുറത്തുനിന്നല്ല. പുറത്തുനിന്ന് ചിലപ്പോ പലരും പലതും പറയും, അതിൽ നമുക്ക് അർത്ഥമില്ല. പക്ഷെ അവര് സത്യസന്ധമായി ജെന്യുവനായിട്ട് നമുക്കൊരു ക്ലാരിറ്റി തന്നു കഴിഞ്ഞാലാണ് നമുക്ക് നമ്മുടെ പാർട്ട്ണറെ നമുക്ക് ട്രസ്റ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അതൊന്നും ഇല്ലാണ്ട് പിന്നെ ഞാൻ ആരെ ട്രസ്റ്റ് ചെയ്യും? വെറുതെ ഇങ്ങനെ ഇരുന്ന് അവൻ തരുന്ന ഡ്രസ്സും അവൻ തരുന്ന ഓർണമെന്റ്സും അവൻ തരുന്ന സകല എന്താണ് സൗഭാഗ്യങ്ങളും അവൻ പറയുന്നുണ്ട്, അങ്ങനെ ചെയ്യണം ഇങ്ങനെ ചെയ്യണം, എനിക്ക് എന്റെ ഭാര്യനെ അങ്ങനെ നോക്കണം ഇങ്ങനെ നോക്കണം മറ്റോ നോക്കണം മറിച്ച് നോക്കണം, അതൊക്കെ അണിഞ്ഞിരിഞ്ഞ് നടക്കണം ഒരു ക്ലാരിറ്റി ഇല്ലാണ്ട് വെറുതെ. എനിക്ക് മനസ്സിലാവുന്നില്ല. ഒന്നും ഇല്ലാത്തൊരു വ്യക്തിയാണെങ്കിൽ ഓക്കെ, വിദ്യാഭ്യാസം ഇല്ല ഒന്നും ഇല്ലാത്ത വ്യക്തിയാണെങ്കിൽ ഇങ്ങനെ സംസാരിച്ചെങ്കിൽ ഓക്കെ, അത് വിദ്യാഭ്യാസത്തിന്റെ കുറവാണ്, നമുക്കത് വിട്ട് കളയാം. ഓക്കെ, അതിന് വിദ്യാഭ്യാസം ഇല്ലാത്തതിന്റെ ഇതാണെന്ന് പറയാം. ഇതെല്ലാം ഉള്ള ഒരു വ്യക്തി ഇങ്ങനെ സംസാരിച്ച എന്റെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഇങ്ങനെയൊക്കെ സംസാരിച്ച വ്യക്തികളെ ഞാൻ കണ്ടേക്കണം. എനിക്ക് മനസ്സിലാവുന്നില്ല. ഞാൻ എന്ത് ചെയ്ത് അങ്ങോട്ട് ചെന്നിട്ട് ഞാൻ ഇങ്ങനെ മെസ്സേജ് ഞാൻ ചോദിച്ചത്, ഞാൻ ക്ഷമ ചോദിക്കുന്നു എന്നും പറഞ്ഞത് ഓക്കെ ബായ് എന്നും പറഞ്ഞത് ആളുടെ നമ്പറെ ഞാൻ ഡിലീറ്റ് ചെയ്ത് അങ്ങോട്ട് കളഞ്ഞു. ഇന്നാണല്ലേ മനുഷ്യരൊക്കെ ഇങ്ങനെ മനുഷ്യരുണ്ടോ? ഒരു അറേഞ്ച്ഡ് മാരേജ് നോക്കുമ്പോൾ വല്ലാത്തൊരു സംഭവം തന്നെയാണ്. ഭേദം പണ്ടേ ഞാൻ ആരെങ്കിലും പേടിച്ച് കിട്ടിയാൽ മതിയായിരുന്നു. എന്റെ പൊന്നോ.